വാനിയ. ഇവിടെ എടപ്പള്ളി കീഹോൾ ക്ലിനിക്കിൻ്റെ ഭാഗമായ സൈബാക് സെൻറ്റർ ഫോർ മെൻ്റൽ ഹെൽത്ത് കെയറിൻ്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ ഫോണിൽ ഇതുപോലെ ഓരോ നോട്ടിഫിക്കേഷൻസ് വരുന്നു, മെസ്സേജ് വരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ അത് തുറക്കുന്നു. ബട്ട് ഫോൺ എടുത്ത് അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കാം ഫോൺ തിരിച്ചു വെക്കുക. എന്തുകൊണ്ട് ഇതുപോലെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ നോക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള പോസ്റ്റുകൾ, സ്റ്റോറീസുകൾ, മെസ്സേജുകൾ എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഫോൺ മാറ്റി വെക്കുന്നു? ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമതായി നമ്മുടെ ബോഡിയിൽ ഒരു റിവാർഡ് സിസ്റ്റം മെക്കാനിസം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരോ റിവാർഡിങ് ബിഹേവിയേഴ്സ് ചെയ്യുമ്പോൾ ആ മെക്കാനിസം ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യും. ഡോപ്പമൈൻ ബോഡിയിൽ റിലീസ് ആകുമ്പോൾ നമുക്കൊരു പ്ലഷറബിൾ അല്ലെങ്കിൽ ഹാപ്പി ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ബിഹേവിയേഴ്സ്, എന്ത് ബിഹേവിയേഴ്സ് ആണോ ആ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്ത് ആ ബിഹേവിയേഴ്സ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെയാണെങ്കിൽ ഫോൺ നോക്കുന്നു, പോസ്റ്റുകൾ, സ്റ്റോറീസുകൾ എല്ലാം കാണും തോറും ഡോപ്പമൈൻ റിലീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബിഹേവിയേഴ്സ് വീണ്ടും റിപ്പീറ്റ് ആകുന്നു. രണ്ടാമതായി, നമ്മളിപ്പോൾ ഫോൺ നോക്കിയില്ല, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ, ഫാമിലീസിൻ്റെ സ്റ്റോറീസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ചിലവർക്ക് എക്സ്പീരിയൻസ് ആവും. ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൽ നിന്ന് ആൻസൈറ്റി ലെവൽസ് ചെറുതായി കൂടും. ആ ആൻസൈറ്റി ലെവൽസ് കൂടുന്തോറും നമുക്ക് ഒരു ഡിസ്കംഫോർട്ട് ഫീലിംഗ് അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ഫീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഡിസ്കംഫോർട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്തും ചെയ്യും. സോ ഇവിടെ നമ്മൾ സ്റ്റോറീസ്, പോസ്റ്റുകൾ നോക്കുമ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് മാറുന്നു, ആൻസൈറ്റി ലെവൽസ് കുറയുന്നു, ആ ഒരു ഡിസ്കംഫോർട്ട് മാറിപ്പോകുന്നു. സോ നമ്മൾ വീണ്ടും വീണ്ടും ആ ബിഹേവിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമതായി, സെൽഫ് റെഗുലേഷൻ എബിലിറ്റീസ്. സെൽഫ് റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എമോഷൻസ്, തോട്ട്സ്, ബിഹേവിയേഴ്സ്, അതായത് ഇമ്പൾസ്, ഫോക്കസ് എല്ലാം കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റീസ്. പലവരുടെ ശരീരത്തിലും ആ സെൽഫ് റെഗുലേഷൻ എബിലിറ്റീസ് പല ലെവൽസിലായിരിക്കും. സെൽഫ് റെഗുലേഷൻ ലോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഇമ്പൾസ്, അതായത് ഈ റിവാർഡിങ് ബിഹേവിയേഴ്സ് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടേയിരിക്കും. അവർക്ക് ആ ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യാൻ ഉള്ള എബിലിറ്റി വളരെ കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ ഈ ഫോൺ യൂസേജ് ബിഹേവിയേഴ്സ് വീണ്ടും വീണ്ടും അവർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇതെല്ലാം കാരണം നമ്മുടെ ഫോൺ യൂസേജ് ലെവൽസ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇങ്ങനെ ഫോൺ ഓവർ യൂസ് ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ പോയി ആപ്പ് ടൈമേഴ്സ് അല്ലെങ്കിൽ ആപ്പ് ലിമിറ്റ് എന്നുള്ള ഓപ്ഷൻസ് വെക്കുക. അത് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഓരോ ആപ്പ്, അതായത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, അത് എല്ലാത്തിനും ഓരോ ടൈം ഡ്യൂറേഷൻ വെക്കാം. ആ ടൈം ഡ്യൂറേഷൻ മാറുമ്പോൾ ആ ആപ്സ് അതുപോലെ തന്നെ ക്ലോസ് ആകുന്നു. രണ്ടാമതായി, നമ്മുടെ വീടുകളിൽ നമുക്ക് ഒരു ഫോൺ ഫ്രീ സോൺ സെറ്റ് ചെയ്യാം. അതായത് ഫോൺ അലൗഡ് അല്ലാത്ത ഏരിയാസ്, അത് ലിവിങ് റൂം ആയിക്കോട്ടെ, ഡൈനിങ് റൂം ആയിക്കോട്ടെ, ബെഡ്റൂം ആയിക്കോട്ടെ, ആ റൂമിലേക്ക് നമ്മൾ ഫോണുകൾ എടുക്കുന്നില്ല. മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രൊഫഷണലി ഹെൽപ്പ് സെറ്റ് എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്ത് എവിടെയാണോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉള്ളത് അവിടെ പോയി ഫോൺ ഓവർ യൂസേജ് കാരണം ഹെൽപ്പ് വേണം എന്ന് ചോദിച്ച് സീക്ക് ചെയ്യാവുന്നതാണ്. എടുക്കാം.